ഈ ഒരു ഒറ്റ ഫുഡ് ഐറ്റം കൊണ്ട് നിങ്ങളുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് മൈക്രോ പ്ലാസ്റ്റിക്സിനെ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയാൻ സാധിച്ചേക്കാം. ഫുഡ് ഏതാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക. മൈക്രോ പ്ലാസ്റ്റിക്സ്, അതായത് ടൈനി ലിറ്റിൽ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ്, ഇന്ന് എല്ലായിടത്തും ഉണ്ട്. പണ്ട് സ്കൂളിലായിരുന്നു, ഇപ്പൊ നമ്മുടെ എൻവയോൺമെന്റൽ സയൻസ് സബ്ജക്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് മൈക്രോ പ്ലാസ്റ്റിക്സ് ആർ സം ഓഫ് ദി സബ്സ്റ്റൻസസ് ദാറ്റ് പൊല്യൂട്ട് അവർ എൻവയോൺമെന്റ് എന്ന്. പക്ഷേ ഇന്നാവട്ടെ ഈ സെയിം പാർട്ടിക്കിൾസ് നമ്മുടെ ഫുഡിലൂടെയും, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും, നമ്മൾ ശ്വസിക്കുന്ന വായിലൂടെ വരെ നമ്മളെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് കയറുന്ന ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ബ്ലഡിലോട്ട് കയറും. പിന്നെ ബ്ലഡ് വഴി നമ്മളെ പല ഓർഗൻസിലോട്ടും കയറും, നമ്മളെ ഗട്ടിലോട്ട് കയറും. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി നമ്മളെ ബോഡിയെ തന്നെ ഡാമേജ് ചെയ്യും. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഫുഡ് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ തൈര്, അതായത് യോഗോട്ട, ഈ പറയുന്ന സൂപ്പർ ഫുഡ്. പ്രോബയോട്ടിക്സ്, അതായത് ഈ തൈരിലൊക്കെ അടങ്ങിയിട്ടുള്ള ലൈവ് ബാക്ടീരിയ നമ്മുടെ ഒരു ഹെൽത്തി ഗട്ട് എൻവയൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്യും. ഈ തൈരിൽ അടങ്ങിയിട്ടുള്ള ഈ ലൈവ് ബാക്ടീരിയാസ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് കാരണം നമ്മളെ ബോഡിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ഒരു പരിധി വരെ ഡിഫെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഗട്ട് ഹെൽത്ത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യും. ആൻഡ് ഈ തൈര് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും വരാൻ പോകുന്നില്ല. ഒരു ബാലൻസ് ആയിട്ടുള്ള ഗട്ട് മൈക്രോബയോം നിങ്ങളുടെ ഇന്റസ്റ്റൈനൽ ലൈനിങ്ങിനെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. ദിസ് വുഡ് മേക്ക് ഇറ്റ് ഹാർഡർ ഫോർ ഹാർംഫുൾ പാർട്ടിക്കിൾസ് ടു പാസ് ഇൻ യുവർ ബ്ലഡ് സ്ട്രീം. സോ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഡയറ്റിലോട്ട് യോഗോട്ടും കൂടി ആഡ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജിം ബഡീസിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക.